ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പെരട്ട്. എത്ര തിന്നാൻ കൊടുത്താലും പിന്നെയും നേരത്തെ പിന്നാലെ നടക്കുന്ന ഒരു പൂച്ചി. നമ്മക്കുള്ളതിന്റെ ഒരു പാതി നമ്മൾ എന്ത് ചെയ്യാണ് അവനക്കും കൊടുക്കുക. ഏതോ അറബി വീട്ടിൽ നിന്ന് വന്നിട്ട് അവനിങ്ങനെ തണുപ്പത്തെ നമ്മോട് ഇറച്ചി ചോദിക്കാം. തീറ്റ ഭയങ്കര തീറ്റയാണ്. തിന്നുക പിന്നെയും ചോദിക്കുക. ഇതന്നെ അവൻ്റെ തീറ്റ കഴിഞ്ഞാൽ അടുത്ത് ഇതന്നെ അവൻ്റെ പരിപാടി. ഇതാ ഇതുണ്ട നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പാതി ഇവന് ഏതോ അറബിപ്പരേന്ന് ചാടി വന്നാവുന്നുണ്ട്. ഇവനക്ക് ബീഫ് കൊടുത്തപ്പോൾ കണ്ട ഇതണ്ട നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പാതി ഇവനക്ക് കൊടുക്കും. ഇവന് മേലെ ഇങ്ങനെ മുട്ടി ഒരുമിട്ടേ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ പാവങ്ങൾ തണുപ്പിൽ ഇറ്റോൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് കൊച്ചുള്ളി. ഇവിടെ ഒരാൾ ബീഫ് ഇങ്ങനെ കഴുകിയെടുക്കാൻ പറ്റാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. ബീഫിൽ നിന്ന് ബ്ലഡൊക്കെ നല്ല പോയി കിട്ടണം. നമ്മളെന്ത് ചെയ്യുക, ബീഫ് കുനുകുന അങ്ങ് വെട്ടിയെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകുക. അറഞ്ചം പുറഞ്ചം കഴുകുക. ഇതിലുള്ള വേസ്റ്റും ബ്ലഡും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ പോയതിൻ്റെ ശേഷം നമ്മളൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴുകിയെടുത്താണിത്. നമ്മൾ നല്ല നെയ്യുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാം, കഴുകിയിട്ട് നമ്മൾ കുക്കറിലിടാം. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉരുണ്ട കുരുമുളക്, നമ്മൾ കുരുമുളക് ഉണങ്ങിയത് എടുത്തിട്ട് നമ്മുടെ പരമ്പരാഗത ഇടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇടാൻ പോകുന്ന ഐറ്റംസ് എന്ത് മാത്രമേ ഉള്ളൂ. നല്ല ഇറച്ചി, കഴുകി വൃത്തിയാക്കിയ ഇറച്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം ജീരകം, കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 വിസിലടിക്കാൻ വെക്കും. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൊച്ചുള്ളി, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയുള്ളി എന്ന് പറയും, തേങ്ങാക്കൊത്ത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇടാനായിട്ട് ഗരം മസാല നമ്മൾ ഇവിടെ തന്നെ കുത്തി ഉണ്ടാക്കിയതാണ്. നമ്മൾ ഗരം മസാല പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഗരം മസാല. പിന്നെ നമുക്ക് ഉലുവ മസ്റ്റാണ് ഗൈസ്. ഉലുവ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇറച്ചി, നമ്മൾ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ നമ്മളെ വയറിലുള്ള അസ്വസ്ഥതകൾക്കും ആരെങ്കിലും കണ്ണേറോ കാര്യങ്ങളോ ഒക്കെ തട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉലുവ പൊട്ടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരും പറയും മംഗളകർമ്മം മഞ്ഞളിൽ ആരംഭിക്കുക. നമ്മൾ തീയിലാണ് ആരംഭിക്കുന്നത്. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ആദ്യം എന്ത് ചെയ്യുക, ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കാം. ഉലുവ ഇട്ടിട്ട് നല്ല പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി, കൊച്ചുള്ളി ആഡ് ചെയ്യാം. നമ്മൾ കൊച്ചുള്ളിയുടെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പറയും ഇവിടെ ഇളക്കരുത് എന്ന് പറയും. ഇളക്കാതിരുന്നാൽ നമുക്ക് അടി പിടിക്കൂലേ. നമ്മളിവിടെ ഇങ്ങനെ ചെറിയുള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, സവാള ഇടണം. നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മളെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഇളക്കലേറിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, തക്കാളി ആഡ് ചെയ്യാം. ഇളക്കരുത് എന്ന് പറഞ്ഞാൽ നല്ല ഇളക്കാൻ കഴിയും, അല്ലാതെ തക്കാളി പാടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുക്കറിലടിച്ച ബീഫ് ഇതിലേക്ക് തട്ടാം. ഇടാം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, ലേശം ഉപ്പ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞാണ്, എന്നാലും ഒന്നും കൂടി പറയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് നല്ല മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു ലേശം ഒരു 5 മിനിറ്റ് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, നമ്മൾ വെള്ളം വറ്റി തുടങ്ങുമ്പോഴത്തേന് എന്ത് ചെയ്യാം, നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം ഗൈസ്. നമ്മൾ ഇവിടെ ക്രഷ് ചെയ്ത ഗരം മസാല ആഡ് ചെയ്യാം. നമ്മളെ ഗ്രേവി ഇവിടെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തേങ്ങാക്കൊത്തിടാം ഗൈസ്. കൊല്ല സ്റ്റൈലിലൊക്കെ ഉള്ള നമ്മളെ മലപ്പുറം സൈഡിലൊന്നും അധികം ഇല്ല, പക്ഷേ എല്ലാവരും പറയുന്നേക്കാം ബീഫിൽ തേങ്ങാക്കൊത്തിട്ട് ഒന്നും കൂടി ടേസ്റ്റാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ടച്ച്. ഇനി കുറേ ആൾക്കാർ പറയും വെള്ളം ഒഴിച്ച് നാച്ചാക്കുന്നു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ നന്നായിട്ട് കുറുക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. നമ്മൾ 3 കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇനി എല്ലാവരും നമ്മളെ റിയാക്ഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. നമ്മളെ റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മൾ വാക്ക് പറഞ്ഞ മാതിരി റിയാക്ഷൻ വീഡിയോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഇതേണ്ട നെയ്യലോ പോലത്തെ ബീഫ്, ആഹാ എന്താ ടേസ്റ്റ്. അലുവ പോലത്തെ ബീഫും നല്ല പത്തിരിപ്പാല ചോറും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള ബീഫാണ്. ഇതിപ്പോ കിട്ടണമെങ്കിൽ നാട്ടിൽ തന്നെ പോകണം, അതല്ലെങ്കിൽ റാസൽ കേമയില് ഞങ്ങളുടെ റൂമിൽ വരും. അതാണ്. അപ്പൊ തേങ്ങാക്കൊത്ത് ബീഫും നല്ല സാമ്പാ അരി വെച്ചിട്ടുള്ള ചോറും, കിടിലൻ ബീഫും കിടിലൻ ചോറും. എങ്ങനെയുണ്ട് മോനെ റിയാക്ഷൻ വീഡിയോ? എങ്ങനെയുണ്ട്? ഇത് പറഞ്ഞാല് മുത്ത് പോലത്തെ ബീഫും നല്ല കിടിലൻ കുബൂസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഓ എന്റെ മോനെ